ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൺ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി നമുക്ക് തയ്യാറാക്കി നോക്കാം. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നല്ല ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഒരു മാറ്റമൊക്കെ വന്നപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഒരു പിടി കുരുമുളകും ഒരു അര ടീസ്പൂണ് വലിയ ജീരകവും പാടെ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതേ ജാറിലോട്ട് തന്നെ ഒരു വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതും പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളിയും ഒരു 4 പീസ് ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം 3 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും പിന്നെ നേരത്തെ ചതച്ച് വെച്ചത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 2 തക്കാളിയാണ്, ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാനിവിടെ 1 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ കുക്കർ എടുത്ത് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 പീസ് ബേ ലീഫും ചെറിയ 2 ഗ്രാമ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ ചതച്ചിട്ടില്ല, പിന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. നന്നായിട്ട് തന്നെ എണ്ണയിൽ നിന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നന്നായി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ സവാള കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വഴഞ്ഞ് വരികയും വേണം. എന്തെന്നാൽ നമ്മൾ കുക്കറിലായതുകൊണ്ട് എല്ലാവരും പാടെ മിക്സ് ചെയ്ത് കറിയായി വരുമ്പോഴേക്കും സവാളയെല്ലാം നന്നായി വഴഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ചേർക്കാം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. നേരത്തെ കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് മുളക് പൊടി കുറച്ച് മാത്രമാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കണം. മുളക് പൊടി അത്രമാത്രം മതിയാകും. എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഞാനിവിടെ കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം മതിയാവും. നമ്മുടെ ബീഫിൽ ഓൾറെഡി വെള്ളമുണ്ടാകും. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത ശേഷം ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ ബീഫ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കർ തുറക്കുന്ന ഭാഗം ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട ആവശ്യമുള്ള താളിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് അധികം തന്നെ ചെറുള്ളി എത്ര തന്നെ കൂടുന്നുവോ അത്രയും കറിയുടെ ടേസ്റ്റും കൂടും. കുറച്ച് അധികം ചെറിയുള്ളി എടുത്ത് ചെറുതായി കട്ട് ചെയ്തതും ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് നമുക്ക് കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് കറക്റ്റ് അളവിൽ തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കുക്കർ തുറക്കുന്ന ഭാഗം പെട്ടെന്ന് വീഡിയോ കട്ടാവുകയും ചെയ്തു. അതാണ് എനിക്ക് എടുക്കാൻ പറ്റാതായത്. ഇനി നമുക്ക് കറി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനിതാ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റൈലായിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. തേങ്ങ ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയും കൂടിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്.